പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു കയറി വരുന്ന സമയത്ത് ജാനകി വാ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ അങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി ഇവിടെ കാര്യമെന്ന്. അപ്പോൾ ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ 2 മരുമക്കളുടെ അനിയത്തിയല്ലേ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ജലജ 2 അർഹതയില്ലാതെയാണ് ഇതിനകത്ത് കയറി, മൂന്നാമത് ഒന്നുകൂടി വന്നിരിക്കുകയാണ്. ഇനിയൊരു പയ്യൻ കൂടി ഉണ്ടല്ലോ ഇവിടെ, നിൻ്റെ മോൻ, അവനെ ഇങ്ങനെ വശത്താക്കാൻ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും ഇവിടെ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഞാനും നൈനേച്ചി ഇങ്ങനെ എവിടെയും ഇങ്ങനെ വലിഞ്ഞ് കയറി പോവാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്ദുവിനോട്, ചേച്ചിമാരുടെ കാര്യമൊന്നും നീ പറയണ്ട, അവളുമാരുടെ മഹത്വമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും നവ്യയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ട്, എത്തിയടി, ഇങ്ങനെ ആണിനെ പോലെ വേഷം കെട്ടി നടക്കുന്നത് നിൻ്റെ അനിയത്തി എന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്ക് വിശേഷമുള്ളതുകൊണ്ട് അച്ഛൻ കുറച്ച് മാങ്ങ തന്നു വിട്ടതാണ്, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, എനിക്ക് മാങ്ങ ഇഷ്ടമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യനോട്, ഈ സമയത്ത് ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് നവ്യയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെ ചീപ്പ് സാധനങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നവ്യനോട്, മാങ്ങ അത്രയ്ക്ക് ചീപ്പാണോ നവ്യ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന്. ആ സമയത്ത് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ആഗ്രഹിച്ച് തന്നു വിട്ടതല്ലേ, അതുകൊണ്ട് എനിക്കിതിവിടെ കൊണ്ട് വന്ന് തരാതെ പറ്റില്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് നവ്യനോക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് ആ മാങ്ങ. അപ്പോൾ ആ സമയത്ത് അവളുടെ ഒരു മാങ്ങ എന്ന് പറഞ്ഞിട്ട് അത് താഴെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെയെന്ന്. അപ്പോഴേക്കും മുത്തശ്ശനും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനയും വരുന്നുണ്ട്. ആ മാങ്ങ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ചെതറി കിടക്കുന്നതാണ് കേട്ടോ അവർ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും ജാനകി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വിശേഷം ഉള്ളതുകൊണ്ട് അച്ഛൻ കുറച്ച് അനിയത്തിയുടെ അടുത്ത് മാങ്ങ കൊടുത്തു വിട്ടതാണ്, അത് ഇഷ്ടപ്പെടാതെ നവ്യ വലിച്ചെറിഞ്ഞതാന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത്ര വലിയ തെറ്റാണോ നിൻ്റെ അനിയത്തി ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീടാണെങ്കിലും അങ്ങനെ നവ്യ പറയുന്നുണ്ട്, അതെനിക്ക് മാങ്ങ ഇഷ്ടമല്ല മുത്തശ്ശ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം, അതുകൊണ്ടാണ് ഗോവിന്ദനെ പോലെ നല്ലൊരു അച്ഛൻ ഈ സമയത്ത് ഇതൊക്കെ കഴിക്കണമെന്ന് കരുതി കൊടുത്തയച്ചെന്ന് പറയാണ് കേട്ടോ. ആ സമയത്ത് നീ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഈ ചിതറി കിടക്കുന്ന മാങ്ങയൊക്കെ പെറുക്കി കവറിലാക്കുക എന്ന് പറയാണ് കേട്ടോ നവ്യനോട്. ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നൈനയാണെങ്കിലും അതിങ്ങനെ പെറുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട അവൾ ചെയ്തോളൂ എന്ന് പറയാണ്. ആ സമയത്ത് നൈന അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് നവ്യയാണെങ്കിലും മാങ്ങയൊക്കെ ഓരോന്നായിട്ട് പെറുക്കി കവറിലാക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോളെ അച്ഛനോട് ഇവിടെ നടന്നതൊന്നും പറയണ്ട, മക്കളുടെ ചില പ്രവൃത്തികൾ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കും എന്ന് എല്ലാ മക്കളും തിരിച്ചറിയണമെന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജയാണെങ്കിലും ഇങ്ങനെ അവിടെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല അച്ഛാ, ഇവൾമാർക്ക് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നുകൂടായിരുന്നു, എന്തിനാ ഇവളുടെ ഇളയ മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിനെന്താ കുഴപ്പം, ഈ മോൾക്ക് ചേച്ചിമാരെ കാണേണ്ടേ, 2 മരുമക്കൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവരെ കാണാൻ ഒരു ബന്ധുക്കളും വരുന്നില്ലല്ലോ, എല്ലാവരും ഭയന്ന് മാറി നിൽക്കല്ലേ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ സാധാരണ പെൺകുട്ടികൾക്ക് തോന്നുന്ന ഇഷ്ടമൊന്നും ഇവൾക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോഴാണ് നവിക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നവി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എനിക്ക് അഭി മസാല ദോശയൊക്കെ വാങ്ങി തന്നിരുന്നു എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി ആരെന്ത് തന്നാലും ഇതുപോലെ ചെയ്യരുത്, ഇഷ്ടമില്ലെങ്കിൽ അത് ഇഷ്ടമുള്ളവർ അവർ കഴിച്ചോളൂ എന്ന് പറയാണ്. പിന്നീട് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്നവരെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറയാണ്. എന്നിട്ട് നന്ദുവിനോട് സോറിയൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സാരമില്ല മുത്തശ്ശ, പോട്ടെ എന്ന് പറയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, മോള് പോവുകയാണോ എന്ന്. അപ്പോൾ നന്ദു ആണെങ്കിലും എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നൈനിയാണെങ്കിലും നന്ദുവിൻ്റെ പിറകെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, തെറ്റ് പറ്റിപ്പോയി മുത്തശ്ശ, ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാല് പിടിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവൃത്തിയിലൂടെ കാണിക്കണം, അങ്ങനെയാണ് അന്തസ്സുള്ളവരെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് ജലജയാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, എന്തായാലും ഇനി 2 ചേച്ചിമാർക്കും പിറകെ അനിയത്തിനി അമ്മ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് പറഞ്ഞ് അയച്ചത്, അപ്പോൾ ഇനി ഒരുത്തനും കൂടെ ഉണ്ടല്ലോ അവിടെ അനി എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് പറയാണ്. അനിയാണെങ്കിൽ ആദർശിനെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് പറയാണ്. എന്നിട്ട് ആദർശിന് തെറ്റ് പറ്റിയില്ലേ എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. അത് തെറ്റ് പറ്റിയതല്ലല്ലോ, ഒരു അബദ്ധമല്ലേ, അപ്പോൾ അത് അബദ്ധമാണെന്നും പറയാൻ പറ്റില്ല, നിൻ്റെ മോൻ വളഞ്ഞ വഴി സ്വീകരിച്ചപ്പോൾ അതിൽ പെട്ടുപോയതാണെന്നൊക്കെ പറയാണ്. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല. പിന്നീട് നൈനിയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശൻ പറഞ്ഞ പോലെ അച്ഛനെ അറിയിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങളെ കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ ചില ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും, അത് അവർക്ക് വിഷമാവും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നവ്യനെ അവിടേക്ക് അത്ര റിസ്ക് എടുത്ത് കയറ്റിയ കാര്യമൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ എന്തിനാ ഇത്ര റിസ്ക്
എടുത്ത് ഇവിടേക്ക് അവളെ കയറ്റിയത്. അവൾക്ക് അതിനുള്ള അർഹതയില്ല. ആദർശേട്ടൻ്റെ പോലെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയിൽ ഈ വീട്ടിലേക്ക് വരാൻ അവൾക്കൊരു അർഹതയില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അനി വരുന്നുണ്ട്. അനി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നതെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അനീനെ മൈൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാനെന്നൊക്കെ പറയാം. അപ്പോൾ എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിക്ക് കുറച്ച് മാങ്ങ കൊണ്ട് വന്നതായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് വഴക്ക് കിട്ടിയെന്നുള്ളതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാര്യം. ഞാൻ എന്തായാലും നന്ദുവിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം. അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ നൊന്ത് ചോദിക്കും കേട്ടോ. അന്ന് ഗുണ്ടകളെയൊക്കെ അടിച്ച് വീഴ്ത്തിയപ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് പോയി. അതുപോലെയൊക്കെ എന്നെ ഒന്ന് പരിശീലിപ്പിച്ചാൽ മതി, ഇനി എൻ്റെ ടീച്ചർ ആയിക്കോ എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നന്ദു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം അനിയേട്ടൻ്റെ വീട്ടുകാരെ എന്നെ വഴക്ക് പറയാനെന്ന് അറിയാണ്. അവരൊന്നും അറിയില്ല, എന്തായാലും ഞാൻ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നന്ദു പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുക, അപ്പോൾ ഫോൺ എടുക്കണം എന്നൊക്കെ നന്ദുവിനോട് പറയുകയാണ്. പിന്നീട് നന്ദു അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം നവ്യയുടെ അടുത്തേക്ക് നയന വരുന്നുണ്ട്. നയന വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് നല്ലൊരു അടി കിട്ടേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ചേച്ചി അതൊന്നും നോക്കാതെ കർണത്ത് അടിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്നെ അടിക്കടി എന്ന് പറയുകയാണ്. ഞാനല്ല, നന്ദുവിൻ്റെ സ്വഭാവം വെച്ച് അവൾ നന്നായിട്ട് തന്നേനെ എന്നൊക്കെ പറയുകയാണ്. ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് ചേച്ചീനെ അവൾ ബഹുമാനിക്കാത്തതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മൂർത്തി മുത്തശ്ശനെ പോലെ വലിയൊരാളുള്ളപ്പോൾ ചേച്ചി ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് കുറച്ച് നീളം കൂടുതലാണ്, അതുപോലെ തന്നെ അയാളുടെ നാക്കിനും കുറച്ച് നീളമാണെന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള കാര്യം തുറന്നു പറയാനായിട്ട് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഈ വീട്ടുകാർ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരും അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഇന്നിപ്പോൾ മാങ്ങ കൊടുത്തയച്ചെങ്കിൽ നാളെ അവർ വേറെ പലഹാരങ്ങളും എല്ലാം കൊടുത്തയക്കും. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ നമ്മളെ വീട്ടുകാർ ഇത്രയും ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു കുറ്റബോധം ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എനിക്കൊരു കുറ്റബോധം ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ എല്ലാവരോടും ഈ കാര്യം തുറന്നു പറയാം, നീ ഇപ്പോഴും അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് പുറത്താവുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് അബിയാണെങ്കിൽ റൂമിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നവ്യ അവിടേക്ക് വന്നിട്ട് കയറി വാതിലടയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യനോട് ഞാനൊരു കല്യാണം കഴിച്ചു പോയി, നീയും നിൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മേനെ നാണം കെടുത്താൻ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അബി പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയല്ലേ അവൾ മാങ്ങയും കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങിക്കാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കത് മര്യാദയ്ക്ക് വാങ്ങിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ, അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് മാങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, അവൾ അത് കൊണ്ടുവന്ന ദേഷ്യത്തിലാണ്, അവൾ എന്നെ വീട്ടിലിട്ട് കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അവൾ എന്നെ ചേച്ചീന്ന് പോലും വിളിക്കാറില്ല, അതുപോലെ തന്നെ എന്നെ ഇടയ്ക്ക് തല്ലാറുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട് അത് മാത്രം ഞാൻ മാത്രമാണ് ഇപ്പം നിന്നെ തല്ലാത്തത്, അതാണ് അതിൻ്റെ എല്ലാ ദോഷങ്ങളും നിനക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നിട്ട് നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ അബി ഇങ്ങനെയൊക്കെ പറയുന്നത്, അപ്പോൾ നീ എന്നോട് പിണങ്ങുന്നത് മറ്റാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, നീ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്, കല്യാണത്തിന് മുന്നേ നീ എന്തെല്ലാം എനിക്ക് തന്ന് എന്നെ വശത്താക്കി എന്നൊക്കെ പറയുമ്പോൾ അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ, നീ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണെന്നൊക്കെ എന്നോട് പറഞ്ഞില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നവിക്കാണെങ്കിലും ഒന്നും പറയാനില്ല കേട്ടോ. എന്തിനാ അബി നീ ഇപ്പം എന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ എന്നൊക്കെ പറയുകയാണ്, അതുകൊണ്ടല്ലേ കുഞ്ഞിനെ കളയാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ നവിക്ക് ഇത് ഇഷ്ടമാകുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് നിൻ്റെ മനസ്സിലിരിപ്പല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നീ ആരോടും ഇങ്ങനെ പാടി നടക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് 50,000 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്, അപ്പോൾ ഒരു കുഞ്ഞും കൂടെ വന്നാൽ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ, എന്നെപ്പോലെ ഒരാൾക്ക് 50,000 രൂപ കൊണ്ട് എന്താവാനാന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അബിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും സങ്കടത്തോടു കൂടി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് നൈനിയാണെങ്കിൽ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ പുതിയ ബെഡും അതുപോലെ തന്നെ പില്ലോയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന്. അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് ബെഡാണോ, ഇനിയിപ്പോൾ ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ടല്ലോ, ഇനി ഇത് അതിൻ്റെ മുകളിലിട്ട് കിടക്കാനാണോ, അപ്പോൾ പിന്നെ ആനപ്പുറത്ത് കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് ആദർശ് പറയുന്നുണ്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കാതെ അത് നിനക്കുള്ളതാണെന്ന് പറയാം കേട്ടോ. എനിക്കാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അതിന് ഇത്ര ഞെട്ടാനെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും നൈനിനോട് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ തറയിൽ കിടന്നപ്പോൾ തന്നെ എനിക്ക് നല്ല പെടലി വേദനയൊക്കെ വന്നു, അപ്പോൾ ഇനി എന്തായാലും നീ ബെഡിൽ കിടന്നാൽ മതി, ഇനിയിപ്പോൾ തണുപ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്, ഇനി വെറുതെ അസുഖമൊന്നും വരുത്തി വെക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പായും തലേണയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്, അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ താങ്ങാനൊന്നും പറ്റില്ല, നല്ല തണുപ്പാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യം ഞാൻ തറയിൽ കിടത്തിയിട്ട് നിൻ്റെ ആരോഗ്യം ഞാൻ കളഞ്ഞു എന്ന് പറയേണ്ട ആരെന്ന് പറയുന്നുണ്ട്, അതിന് ഞാൻ തറയിലാണ് കിടക്കുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അതിന് പറയുന്നുണ്ട്, അത് നിൻ്റെ നാവല്ലേ, അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും പുറത്ത് വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല എന്ന് പറയാണ്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ തർക്കിക്കാനും നിൽക്കുന്നില്ല, എന്തായാലും കിങ് സൈസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല വിലയുണ്ട്, അതുപോലെ തന്നെ കിടന്നാൽ നല്ല ഉറക്കവും കിട്ടും, കിടന്നാൽ ഉറങ്ങുന്നത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നൈനിയാണെങ്കിൽ ആ ബെഡ് എടുത്ത് തറയിൽ വിരിച്ചിട്ട്
അതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞൊക്കെ കിടന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നയനയ്ക്കാണെങ്കിലും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അത് കാണുന്ന സമയത്ത് ആദർശ് എന്താ ഇവിടെ എന്ന് വന്നിട്ട് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ കിടക്കാൻ നല്ല സുഖമുണ്ട്, പഞ്ഞി പോലെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സാധാരണ ബെഡ് പഞ്ഞി കൊണ്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും ആദർശം അങ്ങ് പോകുന്ന സമയത്ത് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, പത്തരമാറ്റി സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശിനോട് നൈന പറയുന്നുണ്ടായിരുന്നു ബോഡി ഒട്ടും ഫിറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ട് ബോഡി ഫിറ്റാക്കിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയണം കേട്ടോ നൈന. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റാക്കിയിട്ട് ഗുസ്തിക്കൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് ആദർശാണെങ്കിലും കുളിക്കാനങ്ങ് പോവാണ്. പിന്നീട് ജലജയാണെങ്കിലും അഭി അങ്ങനെ ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ മാങ്ങയും കൊടുത്ത് വിട്ടിരിക്കുന്ന കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ 100 പവൻ സ്വർണം കൊടുത്ത് വിടായിരുന്നെങ്കിൽ അത് ഒരു ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട അമ്മയെന്നൊക്കെ അഭിയാണെങ്കിലും പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ അവളുടെ കല്യാണം കൂടി നമ്മൾ നടത്തി കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അങ്ങനെ നടത്തി കൊടുക്കാൻ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും അവളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് ജലജ പറയുകയാണ് കേട്ടോ. പിന്നീട് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കാൻ വരും, എനിക്കിപ്പോൾ അതൊന്നും ഇഷ്ടം തന്നെ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നവ്യ അടുത്തേക്ക് വരുന്നതും ഒന്നും അഭിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും പ്രശ്നം വരും അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് അങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അഭിയാണെങ്കിലും ദേഷ്യത്തോട് ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ജലജയാണെങ്കിലും അവളെ എങ്ങനെയെങ്കിലും എടുത്ത് കളയണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൾക്ക് നൈറ്റ് ഡ്രൈവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്തായാലും അതിന് മുന്നേ എനിക്കും ഇഷ്ടമാണ് അതൊക്കെ, പക്ഷേ അവൾ എൻ്റെ കൂടെ ഉണ്ടാവരുത് എന്ന് മാത്രം. അപ്പോൾ അത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേന് ഞാൻ ഇവിടുന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് ആദർശ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നയനയാണെങ്കിലും ബെഡിൽ ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബെഡിലിങ്ങനെ ആകെ പൂ വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്താ സ്പ്രേ അടിച്ചോ, നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്ന് പറയാണ്. സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല, ഞാൻ കുറച്ച് മുല്ലപ്പൂ ഇവിടെ വിതറുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്താ മണിയറ ഒരുക്കുകയാണോ എന്ന്. അതിനിപ്പോൾ ഞാനിവിടെ വലിയ അലങ്കാരമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവ് ഇങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി ബെഡൊക്കെ വാങ്ങിച്ചു തന്നല്ലേ, അപ്പോൾ ഞാനും തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഉദ്ദേശമില്ല, അപ്പോൾ സ്നേഹത്തോടെ ബെഡൊക്കെ വാങ്ങിച്ചു തന്നുകൊണ്ട് ഞാനും തിരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, തറയിൽ കിടന്നിട്ട് ആരോഗ്യം കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് തർക്കിക്കാൻ അപ്പോൾ നൈനയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് തർക്കിക്കാനൊന്നും ഞാനില്ല, എന്തായാലും ഇപ്പോൾ നല്ലൊരു ബെഡൊക്കെ വാങ്ങിച്ച് തന്നിട്ടില്ല, പോയി കിടക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിൽ കിടന്നാൽ നല്ല ഉറക്കവും കിട്ടുമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും പോയി കിടക്കുന്നുണ്ട്. പിന്നീട് നൈനയാണെങ്കിലും ആദർശിനോട് പാല് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് വേണ്ട, ഇപ്പം എനിക്ക് കൂർക്കം വലിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ട് ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയാണ്. പിന്നീട് രണ്ടുപേരും അങ്ങ് കിടക്കുകയാണ് കേട്ടോ. നൈനയാണെങ്കിലും കിടന്നിട്ട് ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. ആദർശം കിടന്നിട്ട് നൈനയെ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് നൈന ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് ഒരു തൃപ്തി കിട്ടിയിട്ടില്ലായിരുന്നു, ഇന്നെന്തായാലും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ആദർശം ഇങ്ങനെ നൈനയെ തന്നെ നോക്കി കിടക്കുകയാണ്. എന്നിട്ട് ബെഡിലുണ്ടായിരുന്ന മുല്ലപ്പൂ കുറച്ചിങ്ങനെ നൈനയുടെ മേലേക്ക് തട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും അതിൽ നിന്നൊരു മുല്ലപ്പൂ എടുത്തിട്ട് ഇങ്ങനെ മണപ്പിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കി കിടക്കുകയാണ്. ആദർശമാണെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.